നമസ്കാരം, ഞാൻ ഡോക്ടർ മൃണാൾ എസ് പിള്ളൈ, കൺസൾട്ടൻറ്റ് ന്യൂബോൺ ഡോക്ടർ, ജിജി ഹോസ്പിറ്റൽ. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, കുഞ്ഞു കുട്ടികൾ അമിതമായി കരയുകയാണെങ്കിൽ അല്ലെങ്കിൽ കരയുന്ന കുട്ടിയെ കരച്ചിലെങ്ങനെ അച്ഛനമ്മമാർക്ക് മാറ്റാൻ കഴിയും അതിനെക്കുറിച്ചാണ്. പലപ്പോഴും ഒരു 1.5 മാസം ആകുമ്പോൾ അല്ലെങ്കിൽ 1.5 മാസം മുതൽ 5 വയസ്സ് വരെ കൊച്ചു കുട്ടികൾ അമിതമായിട്ട് കരയാം അല്ലെങ്കിൽ കരച്ചിലുണ്ടാവാം. ഈ കരയുന്ന കുട്ടികളെ അച്ഛനമ്മമാർക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ കരച്ചിൽ മാറ്റാൻ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. കരച്ചിൽ തന്നെ ചിലപ്പം അസുഖം കാരണമുള്ള കരച്ചിലാകാം, വേദന കാരണമുള്ള കരച്ചിലാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണ ഉള്ള കരച്ചിലിനേക്കാളിലും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ. അസുഖമുള്ള കരച്ചിലാണെങ്കിൽ അത് വളരെ അമിതമായിട്ട് കരയും, കുഞ്ഞ് വളരെ അമിതമായിട്ട് കരയും. ചിലപ്പോൾ കരച്ചിൽ നിർത്താൻ കഴിയില്ല, തുടർച്ചയായിട്ട് 20 മിനിറ്റിൽ കൂടുതലായിട്ട് കരയാം, 20 അരമണിക്കൂർ കൂടുതലായിട്ട് കരയാം. കയ്യിലെടുത്താലോ പാല് കൊടുത്താലോ കുഞ്ഞിനെ എടുത്ത് നടന്നാലോ കരച്ചിൽ നിൽക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഇൻകൺസോളബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള കരച്ചിൽ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ എത്രയും നേരത്തെ കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ എമർജൻസിയിൽ അല്ലെങ്കിൽ OPയിൽ കൊണ്ടുപോയി നിങ്ങളെ കുട്ടികളുടെ ഡോക്ടറെ കാണിക്കണം. അപ്പോൾ അതിന് പല പല കാരണങ്ങളുണ്ടാവാം. ഈ വേദന വരുന്നത് ചെവിയിൽ നിന്നായിരിക്കാം, ചെവിയിൽ ഇൻഫെക്ഷൻ വന്നിട്ട്, അല്ലെങ്കിൽ ബ്രെയിനിലെ ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിനുള്ളിൽ പ്രഷർ കൂടിയിട്ടാവാം, ഇൻട്രാക്രീനിയൽ പ്രഷർ കൂടിയിട്ടാവാം, അല്ലെങ്കിൽ എല്ലിന് പൊട്ടലുണ്ടായിട്ടാവാം, ഫ്രാക്ചർ, അല്ലെങ്കിൽ കുടലിന് തടസ്സം കാരണം അല്ലെങ്കിൽ കുടലിനകത്തോട്ട് കയറിയിട്ട് ഇൻട്രസെപ്ഷൻ എന്നുള്ള അസുഖം ഉണ്ടാകും, വളരെ കൂടുതലായിട്ട് വേദന ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ വരാം. വേറെ ചിലപ്പം ടോർഷൻ ഉണ്ടാവാം. ടോർഷൻ എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ ടെസ്റ്റിസ് തിരിഞ്ഞിട്ട് ടെസ്റ്റിസിൻ്റെ ബ്ലഡ് സപ്ലൈ നിന്നിട്ട് ടോർഷൻ ഉണ്ടാവും. അപ്പോൾ ബ്ലഡ് സപ്ലൈ നിൽക്കുമ്പോൾ വളരെ കൂടുതലായിട്ട് വേദന ഉണ്ടാവാം. ഇത് കൂടാതെ ഹെർണിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, ഹെർണിയ എന്ന് പറയുമ്പം കുടലിറക്കം. ഹെർണിയ എന്ന് പറഞ്ഞാൽ ചില ദ്വാരങ്ങളിലൂടെ, പൊക്കിളിലൂടെയോ അല്ലെങ്കിൽ ഇൻഗ്വൈനൽ ഏരിയ, കാലിനവിടെ താഴ്ഭാഗത്ത്, വയറും കാലും ചേരുന്ന ഭാഗത്ത് ഉള്ള ഹോളുകളാണ് ഇൻഗ്വൈനൽ ഏരിയ. അപ്പോൾ അവിടെ നിന്നും കുടലിറങ്ങിയിട്ട് അമിതമായിട്ട് വേദന ഉണ്ടാവാം. അപ്പോൾ കുടലിറങ്ങിയിട്ട് കുടലിൻ്റെ ബ്ലഡ് സപ്ലൈ പോകാനുള്ള സാധ്യതയും അതിനുശേഷം അവിടെ വേദന ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അസുഖങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കുഞ്ഞിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുക. അല്ലാത്ത പക്ഷം വളരെ സാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ, കുഞ്ഞ് കരയുന്നതാണെങ്കിൽ അത് നോർമലായിട്ടുള്ള കരച്ചിലായിരിക്കാം. അങ്ങനത്തെ കരച്ചിൽ എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ നോക്കാം. അപ്പോൾ അങ്ങനെ കരയുന്ന കുട്ടികളുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുഞ്ഞിനെ അമ്മയെ കൊണ്ട് സക്ക് ചെയ്യിപ്പിക്കുക. സക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കൈ വായിൽ വയ്പ്പിക്കുക, കുഞ്ഞിൻ്റെ വിരൽ വായിൽ വയ്പ്പിക്കുക, അമ്മയില്ലെങ്കിൽ അമ്മൂമ്മയെ കൊണ്ട് സക്ക് ചെയ്യിപ്പിക്കുക. സക്ക് ചെയ്യുന്നത് തന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തുന്നതായിരിക്കും. സക്ക് ചെയ്യുമ്പോൾ പാല് കിട്ടണമെന്നില്ല, എന്നാൽ പോലും കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തുന്നതായിരിക്കാം. അതുകൂടാതെ പാല് കുടിക്കുന്നത്, അമ്മയെ കൊണ്ട് സക്ക് ചെയ്യിപ്പിക്കുമ്പോൾ കുഞ്ഞിന് പാല് കിട്ടുന്നു, കുഞ്ഞിൻ്റെ വിശപ്പ് കാരണമുള്ള കരച്ചിൽ കുറയുന്നതായിരിക്കും. മൂക്കടഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിൽ ഡ്രോപ്സ് ഒഴിക്കാം, കവിളിൽ കയ്യിൽ കാലിലൊക്കെ ഉരച്ചൊരച്ച് ഫീഡ് ചെയ്യാം ഉറങ്ങിപ്പോവുകയാണെങ്കിൽ. അതുകൂടാതെ ഗ്യാസ് കളയാം, തോളത്ത് അരമണിക്കൂർ വെച്ച് ഗ്യാസ് കളയുകയാണെങ്കിൽ കുഞ്ഞിന് കൂടുതൽ പാല് കുടിക്കാൻ കഴിയും, വിശപ്പ് അത്രയും കൂടുതൽ മാറുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും കുഞ്ഞിൻ്റെ കരച്ചിൽ കുറയുന്നതായിരിക്കും. ഇത് കൂടാതെ കുഞ്ഞിനെ നെഞ്ചുമായിട്ട് ചേർത്ത് വെച്ച് എടുക്കുന്നതും കരച്ചിൽ കുറയ്ക്കുന്നതായിരിക്കും, സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ്. അപ്പോൾ അമ്മയ്ക്ക് ബേബിയെ ഫീഡ് ചെയ്തതിന് ശേഷം ബേബിയെ നെഞ്ചത്ത് വയ്ക്കാം. ഫ്രണ്ട് ഓപ്പൺ ഡ്രസ്സ് വേണ്ടി വരും, കഴുത്ത് മുതൽ കാല് വരെ ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് നെഞ്ചത്ത് വെച്ച് ബേബിയായിട്ട് ഇരിക്കാം, കട്ടിലിരിക്കാം, പുറകെ തലയണയൊക്കെ വെച്ച് ഇരിക്കാം, അല്ലെങ്കിൽ ബേബിയായിട്ട് എടുത്ത് നടക്കാം. അപ്പോൾ മൂന്നാമതായിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ബേബിയുടെ കരച്ചിൽ കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഡെലിവറിക്ക്, പ്രസവത്തിന് മുമ്പായിട്ട് അമ്മയുടെ ഉള്ളിൽ സംഭവിക്കുന്ന അനക്കം അത് കുഞ്ഞിന്
ആശ്വാസം കൊടുക്കുന്നതായിരിക്കും. അമ്മ നടക്കുമ്പോഴൊക്കെ കുഞ്ഞിന് അത് ഫീൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുഞ്ഞ് ആടിക്കൊണ്ടിരിക്കും. തൊട്ടിലാടുന്നത് പോലെ തന്നെ ഉള്ളിൽ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം കുഞ്ഞിനെ കരച്ചിൽ കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ബേബിയെ നെഞ്ചത്ത് വെച്ച് അല്ലെങ്കിൽ തോളത്ത് വെച്ച് നടക്കുക. ജെൻറ്റിലായിട്ട് ആട്ടിക്കൊടുക്കുക. സ്വേയിങ് എന്ന് പറയും. ജെൻറ്റിലായിട്ട് ആട്ടിക്കൊടുക്കാൻ വേണ്ടി വീട്ടിൽ തൊട്ടിൽ കെട്ടാം. തൊട്ടിൽ കെട്ടിയിട്ട് ബേബിയെ ഉറക്കി കൊടുത്താൽ കരച്ചിൽ കുറയുന്നതായിരിക്കും. ജെൻറ്റിലായിട്ട് ആട്ടുന്നതിന് പകരം കുഞ്ഞിനെ കയ്യിലെടുത്ത് റോക്ക് ചെയ്യാം. റോക്ക് ചെയ്യുക എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ചന്തിരടി പിടിച്ച് കുഞ്ഞിൻ്റെ കഴുത്തിനടി പിടിച്ച് ജെൻറ്റിലായിട്ട് ഇങ്ങനെ ചെയ്യുന്ന മൂവ് ചെയ്യുന്നതിനാണ് പറയുന്നത് റോക്കിംഗ് എന്ന് പറയുന്നത്. ഒരു 1.5 മാസമൊക്കെ ആകുമ്പോൾ ചിലപ്പം കുഞ്ഞിന് ഗ്യാസ് കളയാൻ വേണ്ടി തോളത്ത് വയ്ക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം നമ്മൾ തോളത്ത് കിടത്തും തോറും കുഞ്ഞിൻ്റെ കഴുത്ത് അല്ലെങ്കിൽ ദേഹം പുറന്നോട്ടാക്കാൻ നോക്കും. അത് പലപ്പോഴും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ വയറിനുള്ളിൽ കുടലിനുള്ളിൽ ഗ്യാസ് കാരണം കുഞ്ഞിന് വയറ് മടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തോളത്ത് വെച്ചില്ലെങ്കിൽ ഗ്യാസും പോവില്ല. അതുകൊണ്ട് കുഞ്ഞിൻ്റെ ചന്തിരടി പിടിച്ചും തോളിനടിയിൽ പിടിച്ചും കുഞ്ഞിനെ ജെൻറ്റിലായിട്ട് ഒന്ന് പതുക്കെ റോക്ക് ചെയ്ത് തോളത്ത് കൊണ്ടുപോകാൻ നോക്കാൻ പറ്റും. അപ്പോൾ പതുക്കെ കുഞ്ഞ് ഉറങ്ങിപ്പോവും. കുഞ്ഞിനെ ശരീരം സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാം. വീണ്ടും ചിലപ്പോൾ എഴുന്നേറ്റെന്ന് വരും. പിന്നെയും റോക്ക് ചെയ്ത് ഉറക്കി കുഞ്ഞിനെ പതുക്കെ തോളത്ത് വെച്ചാൽ ഗ്യാസും പോവും, കുഞ്ഞ് ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ റോക്ക് ചെയ്യാം. റോക്കിംഗ് മൂവ്മെൻറ്റ്. റോക്ക് ചെയ്ത് പതുക്കെ തോളത്ത് വെച്ച് ഗ്യാസ് കളയാൻ പറ്റും, വായു കളയാൻ പറ്റും. അപ്പോൾ അതൊരു രീതിയാണ് കരച്ചിൽ മാറ്റാൻ വേണ്ടി. പിന്നെ കുഞ്ഞിൻ്റെ മനസ്സ് ശാന്തമാവാൻ വേണ്ടി ചുറ്റുമുള്ള ശബ്ദം വളരെ ഇമ്പോർട്ടൻ്റാണ്. അമ്മയുടെ ശബ്ദം, അല്ലെങ്കിൽ മൂളിപ്പാട്ട്, അല്ലെങ്കിൽ വളരെ ലോ വോളിയം മ്യൂസിക്, വൈറ്റ് നോയ്സ് എന്ന് പറയും. വൈറ്റ് നോയ്സും കരച്ചിൽ കുറയ്ക്കുന്നത്. വൈറ്റ് നോയ്സ് എന്ന് പറയുമ്പം നമ്മളെ മനസ്സിനെ ഇറിറ്റേറ്റ് ചെയ്യാത്ത നോയ്സ്. അപ്പം ജെൻറ്റിലായിട്ടുള്ള വെള്ളം ഒഴുകുന്ന അല്ലെങ്കിൽ മഴ പെയ്യുന്നതിൻ്റെ ശബ്ദം, ഇതൊക്കെ വൈറ്റ് നോയ്സാണ്. ഇതെല്ലാം കരച്ചിൽ കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ കുഞ്ഞിനെ ഒരു വലിയൊരു തുണി വെച്ച് കവർ ചെയ്യുന്നതും കുഞ്ഞിൻ്റെ കരച്ചിൽ കുറയ്ക്കുന്നതായിരിക്കും. അതിനെ പറയുന്ന സ്വാഡ്ലിങ്. ഒരു വലിയ തുണി വെച്ച് കുഞ്ഞിനെ മധ്യത്തിൽ കടത്തി അടിയിൽ നിന്ന് മുകളിലേക്ക് കവർ ചെയ്താൽ കുഞ്ഞിൻ്റെ കൈയും കാലും അനങ്ങാതിരിക്കും. ലൂസായിട്ട് ചെയ്താൽ മതി. ടൈറ്റാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ലൂസാണെങ്കിൽ കുഞ്ഞിൻ്റെ കൈയും കാലും അനങ്ങുമ്പോൾ കുഞ്ഞിന് കൂടുതൽ ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ അനങ്ങാതിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയും കരച്ചിൽ കുറയുകയും ചെയ്യും. കുഞ്ഞിനെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? വളരെ ബ്രൈറ്റ് ലൈറ്റ്, കൂടുതലായിട്ട് വെളിച്ചം ഉപയോഗിക്കാതിരിക്കുക, വളരെ ലൗഡായിട്ടുള്ള മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കാതിരിക്കുക, മെറ്റലിക് സൗണ്ട്. ഇപ്പോൾ അടുക്കളയിലെ പാത്രങ്ങളുടെ ശബ്ദങ്ങൾ, അപ്പോൾ അടുക്കളയിലെ കതവ് അടയ്ക്കാൻ, ഇതെല്ലാം കരച്ചിൽ. മൊബൈൽ സൈലൻ്റാക്കി വയ്ക്കാം, ഇതെല്ലാം കരച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. കുഞ്ഞിനെ അറിയാതെ വേദന കൊടുക്കാതിരിക്കുക. പലപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ തൊലിയും എല്ലും അടുത്ത് വരുന്ന ചില ഭാഗങ്ങളുണ്ട്. വാരിയലായാലും മൂത്രമൊഴിക്കുന്ന ഭാഗത്തായാലും അവിടെ ഒന്നും അറിയാതെ പിടിക്കാതിരിക്കാൻ നോക്കുക. അങ്ങനെ പിടിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ കൂടുന്നതായിരിക്കും. ഇത് കൂടാതെ കുഞ്ഞിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാം. കരയുന്ന കുട്ടിയെ വെളിച്ചമുള്ള സ്ഥലത്തു നിന്ന് ഇരുട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇരുട്ടുള്ള സ്ഥലത്തു നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിലോ കുഞ്ഞിനെ നമുക്ക് ഡിസ്ട്രാക്റ്റ് ചെയ്യാം. കരച്ചിൽ നമുക്ക് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റും. കുഞ്ഞിൻ്റെ ആ ഒരു മനസ്സ് അവിടെ നിന്ന് മാറ്റാൻ കഴിയും. ഇനി നിങ്ങളാൽ കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ കുറേ നേരം ശ്രമിച്ചു, നിങ്ങൾ തന്നെ ക്ഷീണിച്ച് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വേറൊരാളിലേക്ക് കൈമാറുക. കൈമാറുമ്പോൾ മറ്റൊരാൾ ചിലപ്പം നിങ്ങളെ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തിയെന്ന് വരും. കൈമാറുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെല്ലാം ഉപരി നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥിതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മനസ്സ് വളരെ ശാന്തമാണെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ കുറയ്ക്കാനുള്ള ശക്തി ഉണ്ടാവും. നിങ്ങൾ തന്നെ പലപ്പോഴും അമ്മമാർ ടെൻഷനിലായിരിക്കും, വിഷമത്തിലായിരിക്കും. നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ വിഷമമുള്ള വേറൊരാളുടെ വിഷമം നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കാൻ വേണ്ടി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ എപ്പോഴും നോക്കുക. മനസ്സിനെ കാമാക്കുക. ബ്രീത്തെല്ലാം സ്ലോ ആക്കി എടുക്കുക. ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ബോഡി ലാംഗ്വേജ് എല്ലാം പോസിറ്റീവ് ആക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. കരച്ചിൽ നിർത്താൻ കഴിയും. ഈ രാത്രിയും ഇതുപോലെ തന്നെ കഴിയും എന്ന് വിചാരിക്കുക. അടുത്ത പകലാകുമ്പോൾ കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമുക്ക് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിർത്താൻ കഴിയും. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, കുഞ്ഞിനെ കൊണ്ട് സഖിയിപ്പിക്കുക, ഫീഡ് ചെയ്യിക്കുക,
കുഞ്ഞിനെ നെഞ്ചത്ത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് ആയിട്ട് വയ്ക്കുക. ബേബിയെ എടുത്ത് നടക്കുക, ജെൻറ്റിലായിട്ട് ആട്ടിക്കൊടുക്കുക, ജെൻറ്റിലായിട്ട് റോക്ക് ചെയ്യുക. പിന്നെ ഡിമ്മായിട്ടുള്ള ലൈറ്റ്, ഇരുട്ട്, അല്ലെങ്കിൽ അമ്മയുടെ മൂളിപ്പാട്ട്, അല്ലെങ്കിൽ അമ്മയുടെ ശബ്ദം, ഇതെല്ലാം കരച്ചിൽ കുറയ്ക്കുന്നതായിരിക്കും. ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ്, ലൗഡായിട്ടുള്ള സൗണ്ട്, മെറ്റലിക് സൗണ്ട്, അടുക്കളയുടെ കതക് അടയ്ക്കുക, ഇതെല്ലാം കരച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. അറിയാതെ വേദന കൊടുക്കാതിരിക്കുക. മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ വാരിയലിലൊന്നും പിടിച്ചാൽ വേദന കൂടും, അവിടെ നിന്ന് പിടിക്കാതിരിക്കുക. ഡിസ്ട്രാക്റ്റ് ചെയ്യുക. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടത്തേക്ക് അല്ലെങ്കിൽ ഇരുട്ടത്തിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുപോവുക. ബേബിയെ കരച്ചിൽ മാറുന്നില്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് വേറൊരാളിലേക്ക് കൈമാറുക. സ്വയം മനസ്സ് ശാന്തമാക്കാൻ നോക്കുക. ബേബി എടുക്കുന്ന ആൾ സ്വന്തം മനസ്സ് ശാന്തമാക്കാൻ നോക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.